Hi students, today we will learn various forms of equation of a line. First we will learn equation of y-axis and equation of x-axis. നമുക്കറിയാം y-ആക്സിസിലെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് y-ആക്സിസ് ഇസ് x ഈക്വൽ ടു 0. സിമിലർലി x-ആക്സിസിലെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. Therefore ഇക്വേഷൻ ഓഫ് x-ആക്സിസ് ഇസ് y ഈക്വൽ ടു 0. അത് കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് y-ആക്സിസ് ഈസ് x ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് x-ആക്സിസ് ഈസ് y ഈക്വൽ ടു 0. Now consider a horizontal line at a distance a from the x-axis. ഇപ്പോൾ ഫിഗർ നോക്കുക. ഇവിടെ ലൈൻ L1 ശ്രദ്ധിക്കുക. അത് x-ആക്സിസിൽ നിന്ന് 2 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതിലെ ആ ലൈനിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ y കോർഡിനേറ്റ് 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇനി x-ആക്സിസിന് താഴെ x-ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്, ലൈൻ L2. അത് x-ആക്സിസിൽ നിന്ന് 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. പക്ഷേ x-ആക്സിസിന് താഴെയാണ് ആ ലൈൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ y ഈക്വൽ ടു -4 എന്ന് എഴുതണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാൻ പറ്റും. അപ്പോൾ ലൈൻ പാരലൽ ടു x-ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ആ ഡിസ്റ്റൻസിനെയാണ് a എന്ന് ഡിനോട്ട് ചെയ്യണത്. മേലെയാണെങ്കിൽ x-ആക്സിസിന് മേലെയാണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് എഴുതണോടത്ത് പോസിറ്റീവ് കൊടുക്കണം. x-ആക്സിസിന് താഴെയാണ് ലൈൻ എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിന് നെഗറ്റീവ് എന്നും കൊടുക്കണം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈൻ വിച്ച് ഈസ് പാരലൽ ടു x-ആക്സിസ് ഈസ് denoted by y equal to a. Next consider a vertical line at a distance b from y-axis. ഇപ്പോൾ ഫിഗർ ശ്രദ്ധിക്കുക. y-ആക്സിസിൻ്റെ റൈറ്റ് സൈഡിൽ ലൈൻ L1 കാണിച്ചിട്ടുണ്ട്. അത് y-ആക്സിസിൽ നിന്ന് 2 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്കറിയാം ആ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ x കോർഡിനേറ്റ് 2 ആയിരിക്കും. അപ്പോൾ ആ ലൈൻ്റെ ഇക്വേഷൻ x ഈക്വൽ ടു 2 എന്നാണ്. ഇനി y-ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലൈൻ L2 കാണിച്ചിട്ടുണ്ട്. അത് y-ആക്സിസിൽ നിന്ന് 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് x ഈക്വൽ ടു -4 എന്ന് എഴുതാം. കാരണം ആ ലൈനിലെ അതിൻ്റെ x കോർഡിനേറ്റ് നെഗറ്റീവ്. y-ആക്സിസ് ഇസ് ഡിനോട്ടഡ് ബൈ x ഈക്വൽ ടു b. b എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം y-ആക്സിസ് ആണ്. അപ്പോൾ ഇതും കാണാതെ പഠിക്കുക കേട്ടോ. y-ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് എന്ന് എടുക്കണം. y-ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ലൈൻ എന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിന് നെഗറ്റീവ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു y-ആക്സിസ് ഇസ് x ഈക്വൽ ടു b. b എന്ന് പറയണത് ഡിസ്റ്റൻസ് ഫ്രം y-ആക്സിസ് ആയിട്ട് എടുക്കാം. Now we will do one example. Example 6. Find the equations of the lines parallel to axis and passing through -2, 3. ഇപ്പോൾ x-ആക്സിസിനും y-ആക്സിസിനും പാരലായിട്ടുള്ള ലൈൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ലൈൻ പാസസ് ത്രൂ -2, 3. ഇപ്പോൾ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക. -2, 3 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിൽ കൂടെ പാസ് ചെയ്യണേ x-ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ് x-ആക്സിസിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു x-ആക്സിസ് പാസിംഗ് ത്രൂ -2, 3 can be written as y equal to 3. Similarly, equation of line parallel to y-axis and passing through -2, 3 can be written as x is equal to -2. Now we will see other forms of equation of a line. The first one, point slope form. ഇപ്പോൾ consider a line with slope m and passing through a fixed point a x0 y0. പോയിൻ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യേണ്ടത് പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും പിന്നെ ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ആണ്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യണ പോയിൻ്റ് x0 y0 ആണ്. പിന്നെ ആ ലൈനിൻ്റെ സ്ലോപ്പ് m എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റഫായിട്ടുള്ള ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി ആ ലൈൻ Lലെ ഒരു പോയിൻ്റ് P എടുക്കുകയാണ്. ലെറ്റ് P x, y be an arbitrary point on the line L. അത് എവിടെ വേണമെങ്കിൽ ആവാം, ഒരു ജനറൽ ആയിട്ടുള്ളൊരു പോയിൻ്റ് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എഴുതാം സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഇസ് ഈക്വൽ ടു m. ഇനി 2 പോയിൻ്റ് തന്നിട്ടുള്ള കാരണം സ്ലോപ്പിൻ്റെ ഫോമുല യൂസ് ചെയ്യുമ്പോൾ y മൈനസ് y0 ബൈ x മൈനസ് x0 എന്ന് കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു m. ദെർഫോർ y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം കേട്ടോ. ഇതാണ് പോയിൻ്റ് സ്ലോപ്പ്
സ്ലോപ്പ് ഫോം. ഒരു ലൈൻ പാസ് ചെയ്യണ ഒരു പോയിൻറ്റും പിന്നെ ആ ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് നോട്ട് വൈ നോട്ട് ആ ലൈൻ പാസ് ചെയ്യണ പോയിൻ്റ് തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാതെ പഠിക്കണം കേട്ടോ. സെക്കൻഡ്, 2 point form. Consider a line passing through two given points a x1 y1 and b x2 y2. രണ്ട് പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ എടുക്കുന്നത്. എയും ബിയും ആണ് പോയിൻറ്റ്സ്. അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ്സ് x1 y1, ബിയുടെ കോർഡിനേറ്റ്സ് x2 y2. അപ്പോൾ നമ്മൾ റഫായിട്ട് ഒരു ഫിഗർ വരയ്ക്കുന്നു. ലൈൻ പാസ് ചെയ്യണ രണ്ട് പോയിൻ്റ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, എയും ബിയും. ഇനി നമ്മളൊരു ജനറൽ പോയിൻ്റ് പി എടുക്കുകയാണ്. ലെറ്റ് പി എക്സ് കോമ വൈ ബി എ ജനറൽ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ നമുക്ക് എ പി ബി ആർ കൊളീനിയർ എന്ന് കിട്ടും. ദെർഫോർ സ്ലോപ്പ് ഓഫ് എ പി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി, ദാറ്റ് ഇസ് വൈ മൈനസ് വൈ വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ഈക്വൽ ടു y2 minus y1 by x2 minus x1. Therefore, y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. ഇതാണ് 2 point form. ഒരു ലൈൻ പാസ് ചെയ്യണ രണ്ട് പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ 2 point form യൂസ് ചെയ്യണം. ഇക്വേഷൻ ഓഫ് ലൈൻ ഇസ് y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. നെക്സ്റ്റ് തേർഡ് ഫോമാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. കൺസിഡർ എ ലൈൻ കട്ടിംഗ് y axis at a distance c from the origin. The distance c is called the y intercept. Let m be the slope of the line. അപ്പോൾ നമ്മൾ ലൈൻ y ആക്സിസിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒറിജിനിൽ നിന്ന് ആ മീറ്റ് ചെയ്യണ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് സി എന്ന് പറയുന്നത്. ആ സീനെ വൈ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ടാവും, പിന്നെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എമ്മും തന്നിട്ടുണ്ടാവും. ഫിഗർ റഫായിട്ട് ഒരെണ്ണം വരയ്ക്കുക. ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുമ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സി ആയ കാരണം ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻ്റ് നമുക്ക് 0 c എന്ന് എടുക്കാം. അപ്പോൾ ലൈൻ പാസ് ചെയ്യണ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ഇനി സ്ലോപ്പ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് എം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോയിൻ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് y മൈനസ് സി ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ ഹൂസ് സ്ലോപ്പ് ഇസ് ഗിവൺ ആൻഡ് y ഇൻ്റർസെപ്റ്റ് സി ഈസ് ഗിവൺ ഈസ് y ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ഒരു റിമാർക്ക് നോക്കാം. If the line with slope m makes x-intercept d, then equation of line is y minus 0 equal to m into x minus d. ഇപ്പോൾ ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒറിജിനിൽ നിന്ന് ആ മീറ്റ് ചെയ്യണ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് ഡി. അപ്പോൾ ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യണ പോയിൻറ്റ് d0 എന്ന് എടുക്കാം. അപ്പോൾ പോയിൻ്റ് സ്ലോപ്പ് ഫോം തന്നെ യൂസ് ചെയ്യുക. പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, പിന്നെ ലൈനിൻ്റെ സ്ലോപ്പ് എമ്മും ഉണ്ട്. ഇപ്പോൾ y മൈനസ് 0 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് എഴുതാം. ദെർഫോർ y ഈക്വൽ ടു എം ഇൻറ്റു x minus d, where d is the x-intercept and m is the slope. അപ്പോൾ y intercept തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ y equal to mx plus c. x-intercept ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ y equal to m into x minus d ബ്രാക്കറ്റിൽ കേട്ടോ. ഇത് അങ്ങോട്ട് ഒന്നും തെറ്റിക്കരുത്. y intercept c തന്നിട്ടുണ്ടെങ്കിൽ y equal to mx plus c ആണ് ഇക്വേഷൻ. എക്സ് ഇൻ്റർസെപ്റ്റ് ഡി തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഇസ് y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. നെക്സ്റ്റ് ഫോം നോക്കാം, ഇൻ്റർസെപ്റ്റ് ഫോം. കൺസിഡർ എ ലൈൻ വിത്ത് എക്സ് ഇൻ്റർസെപ്റ്റ് സ്മോൾ എ ആൻഡ് y ഇൻ്റർസെപ്റ്റ് സ്മോൾ ബി. ഇവിടെ ലൈൻ എക്സ് ആക്സിസിനെയും കട്ട് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻറ്റിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് സ്മോൾ എ. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് സ്മോൾ എ. അതുപോലെ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻറ്റിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് സ്മോൾ ബി. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ആണ് സ്മോൾ ബി. എക്സ് ഇൻ്റർസെപ്റ്റ് സ്മോൾ എ ആയ കാരണം ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻറ്റ് നമുക്ക് A0 എന്ന് എടുക്കാം. വൈ ഇൻ്റർസെപ്റ്റ് സ്മോൾ ബി ആയ കാരണം ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിൻറ്റ് 0B എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ലൈൻ പാസ് ചെയ്യണ രണ്ട് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, A0യും 0Bയും. അപ്പോൾ 2 point ഫോം യൂസ് ചെയ്താൽ ഇക്വേഷൻ ഓഫ് ലൈൻ ക്യാൻ ബി റിട്ടൺ ആസ് y മൈനസ് 0 ബൈ b minus 0 equal to x minus a by 0 minus a. That is y by b equal to x minus a by നെഗറ്റീവ് എ. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ടേം ആക്കി എഴുതാം. അപ്പോൾ y by b equal to നെഗറ്റീവ് എക്സ് ബൈ എ
പ്ലസ് 1. ഇതിൽ നെഗറ്റീവ് എക്സ് ബൈ എ എന്നുള്ള ടേം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ഇൻ്റർസെപ്റ്റ് സ്മോൾ എയും വൈ ഇൻ്റർസെപ്റ്റ് സ്മോൾ ബിയും ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. Now we will see the last form, it is normal form. Consider a line whose perpendicular distance from the origin is small p and angle between the perpendicular and the positive x-axis is omega. ഇപ്പോൾ ഫിഗർ നോക്കുക, ലൈൻ എൽ കാണിച്ചിട്ടുണ്ട് അവിടെ. ലൈനിൻ്റെ ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്മോൾ പി. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഒ എ ആണ്. ഒ എമ്മ ലെങ്ത് കാണിച്ചിട്ടുണ്ട് പി എന്നുള്ളത്. ഇനി ഈ പെർപെൻഡിക്കുലറും പോസിറ്റീവ് എക്സ് ആക്സസും കൂടി ഫോം ചെയ്യണ ആംഗിൾ ഒമേഗയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇത് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഡെറിവേഷൻ കുറച്ചുണ്ട്, അത് ഞാൻ പറയണില്ല. അത് വരുന്നത് ഇങ്ങനെയാണ്. എയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ലൈൻ പാസ് ചെയ്യണ ഒരു പോയിൻ്റ് കിട്ടി. ഇനി ആ ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. എന്നിട്ട് പോയിൻറ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാണ്. സ്ലോപ്പ് കാണാനായിട്ട് ഒയുടെ സ്ലോപ്പ് ആദ്യം കാണണം. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ ലൈൻ്റെ സ്ലോപ്പായി. അപ്പോൾ പോയിൻറ്റും സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ലൈൻ്റെ ഇക്വേഷൻ പോയിൻറ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഡിറൈവ് ചെയ്യണത്. ഡിറൈവ് ചെയ്യണത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈൻ്റെ ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ പിയും ആ പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഒമേഗ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇതാണ് നോർമൽ ഫോം. നോർമൽ എന്ന് പറഞ്ഞാൽ മീനിങ് പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പോൾ അത് ഓർത്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ വരച്ചാൽ ആ ഡിസ്റ്റൻസ് സ്മോൾ പി. പിന്നെ ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഒമേഗയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഇസ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അപ്പോൾ നമ്മളിന്ന് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടു. വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ കണ്ടു, എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ കണ്ടു, ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് പഠിച്ചു, ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പഠിച്ചു. പോയിൻറ്റ് സ്ലോപ്പ് ഫോം, 2 പോയിൻറ്റ് ഫോം, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, പിന്നെ നോർമൽ ഫോം. അപ്പോൾ ഈ ഫോംസൊക്കെ പഠിച്ചു വയ്ക്കുക. നമുക്കപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.